ഹായ്, നമ്മളിന്ന് നോക്കുന്ന ഡാറ്റ സയൻസിലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിസ്റ്റ്, ഡിക്ഷണറി, സെറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് നോക്കുന്ന ഒരു അഡ്വാൻസ്ഡ് കോൺസെപ്റ്റാണ്. അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലിസ്റ്റ്, ഡിക്ഷണറി, സെറ്റ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് എങ്ങനെ അതിൻ്റെ എക്സാമ്പിൾസ് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് ചെറിയ സെക്ഷൻ ആയിരിക്കും കേട്ടോ. കുറച്ചും കൂടി ഐഡിയ കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാനിത് ഈ സെക്ഷൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതോടുകൂടി നമ്മൾ പൈത്തൺ നമ്മൾ കവർ ചെയ്തു. നമ്മൾ കുറച്ചും കൂടി നമ്മുടെ നമ്മുടെ ഡാറ്റ സയൻസിൻ്റെ മെയിൻ കാര്യങ്ങളോട്ട് കടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ കവർ ചെയ്ത് പോകാനാണ് കേട്ടോ. നമുക്ക് ലിസ്റ്റിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, ലിസ്റ്റ് കമ്പാരിസണിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. ഈ ലിസ്റ്റ് ലൂപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ഒരു സിൻടാക്സ് നമുക്ക് ഉപയോഗിച്ചിട്ട് എഴുതാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലിസ്റ്റ് ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരു ഷോർട്ട് സിൻടാക്സിന് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് നമ്മൾ യൂസ് ചെയ്യണം ലിസ്റ്റ് കമ്പാരിസൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഞാൻ ഇതിന് ഞാൻ പെട്ടെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ VS കോഡിൽ ഞാൻ ഇതിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല. ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ്പ്രഷൻ ഫോർ ഐറ്റം ഇൻ ഐറ്ററബിൾ എന്നാണ്. നമുക്ക് പെട്ടെന്ന് കിട്ടണമെന്നില്ല. ഞാൻ ഇതിൻ്റെ ഈ എക്സാമ്പിൾ നോക്കണമെന്നില്ല. ഞാൻ കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് ഐഡിയ എടുത്ത് കണ്ടാൽ കൺഫ്യൂഷൻ അടിക്കും. നമുക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടുന്ന രീതിയിലുള്ളൊരു എക്സാമ്പിൾ ഞാൻ VS കോഡിൽ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ നമുക്ക് ജനറേറ്ററാണ് എക്സ്പ്രഷൻ. അത് ഉദ്ദേശിക്കുന്നത് നമ്മൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലിസ്റ്റിൽ ഈവൻ നമ്പർ, പിന്നെ സ്ട്രിങ് നമുക്ക് അപ്പർ കേസൊക്കെ അറിയാമല്ലോ, അതൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഡിക്ഷണറി വരുന്നുണ്ട്. ഡിക്ഷണറി എന്താണെന്ന് അറിയാലോ. ഡിക്ഷണറി ഒരു ഷോർട്ട് സിൻടാക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡിക്ഷണറി കമ്പാരിസൺ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിൽ തന്നെ നമ്മൾ ലൈൻ്റെ ലെങ്ത്ത്, വേർഡ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, എല്ലാം പറഞ്ഞു. അതുപോലെ നമ്മൾ സെറ്റും ഇതേപോലെ തന്നെ ഒരു സിൻടാക്സ് ഉപയോഗിച്ചിട്ട് നമ്മളതിന് യൂസ് ചെയ്യുക. ഓക്കെ, സെറ്റ് എന്താണെന്ന് അറിയാലോ, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസിനെ അലോ ചെയ്യത്തില്ല. ഓക്കെ, ഇതിലോട്ട് നമ്മൾ വരുന്നുണ്ട്. പിന്നെ ഈ ജനറേറ്റർ എന്നുള്ള എക്സ്പ്രഷൻ ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ലിസ്റ്റ് കമ്പാരിസൺ പോലെ തന്നെയാണ്, പക്ഷെ ഇത് മെമ്മറി സേവ് ചെയ്യാൻ നമുക്ക് വാല്യൂസ് ഒരുമിച്ച് സ്റ്റോർ ചെയ്യത്തില്ല. നമ്മൾ മെമ്മറി സേവ് ചെയ്യാൻ നമുക്ക് വാല്യൂസിനെ ഒരുമിച്ച് സേവ് ചെയ്യത്തില്ല. അതുപോലെ ഒരു വാല്യൂ ആവശ്യമാകുമ്പോൾ മാത്രമേ നമുക്കിത് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഒരു വലിയ ഡാറ്റ പ്രോസസ്സ് നമുക്ക് വളരെ യൂസ്ഫുൾ ആണെന്നാണ് പറയുന്നത്. അത് ഞാൻ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് ലിസ്റ്റും ഈ ജനറേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ക്വയർ ബ്രാക്കറ്റ് ആണ്, ജനറേറ്ററിന് യൂസ് ചെയ്യുന്നത് നോർമൽ ബ്രാക്കറ്റ് ആണ് കേട്ടോ. പിന്നെ ലിസ്റ്റിൽ പിന്നെ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുൾ മെമ്മറി യൂസ് ആണ്, ജനറേറ്ററിൽ ലെസ് മെമ്മറി ആണ്. പിന്നെ ഫാസ്റ്റർ ആണ് നമ്മളെ ലിസ്റ്റ് ഫാസ്റ്റർ ആക്സ് ആയിരിക്കും. പിന്നെ മറ്റേത് ലേസി വാല്യൂഷൻ ആയിരിക്കും. ലേസി വാല്യൂഷൻ എന്താണെന്ന് അറിയാലോ. പിന്നെ സ്മാൾ ഡാറ്റയാണ് നമ്മളെ ലിസ്റ്റ് വരുന്നത്. ജനറേറ്റർ എക്സ്പ്രഷൻ ലാർജ് ഡാറ്റ ആയിരിക്കും കേട്ടോ. അതിൻ്റെ എക്സാമ്പിളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് മൂവ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എക്സാമ്പിളിലാണ് എനിക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടുക. അതാണ് ഞാൻ ഇവിടുന്നൊക്കെ പെട്ടെന്ന് മൂവ് ചെയ്യുന്നത്. ഇനി ലൈസി വാല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക, ചില ആളുകളൊക്കെ കേട്ടിട്ടുണ്ടോ ലൈസി വാല്യൂഷൻ എന്താണെന്ന് പറയുക? ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് തന്നെ കിട്ടും. നമുക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത്, ഇപ്പോൾ ജനറേറ്റർ വാല്യൂസ് നമുക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത് മാത്രം കമ്പ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാൽക്കുലേറ്റർ ഓൺലി വെൻ നീഡഡ് അങ്ങനെ ഉദ്ദേശിക്കുന്നത്. റിയൽ ലൈഫ് എക്സാമ്പിളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങുന്നത് പോലെ മെമ്മറി അധികം വേസ്റ്റ് ആക്കുന്നത് കുറക്കും. പക്ഷെ ലിസ്റ്റ് അങ്ങനെയല്ല. ഷോപ്പിംഗ് ലിസ്റ്റിൽ ഒരുമിച്ച് മുഴുവൻ, അതായത് ഇപ്പോൾ ലിസ്റ്റും ജനറേറ്റിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ലിസ്റ്റ് ഒരു ഷോപ്പിംഗ് പോകുമ്പോൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുമിച്ച് നമ്മളൊരു ലിസ്റ്റാക്കിയിട്ട് എഴുതുന്നത് പോലെ. പക്ഷെ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഷോപ്പിൽ പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങാം. മെമ്മറി വേസ്റ്റ് കുറക്കുന്ന ഉദ്ദേശിക്കുന്നത്. അതാണ് മെയിനായിട്ട് എൻ്റെ ഡിഫറൻസ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്ക് ഇനി അധികം പെട്ടെന്ന് ഇവിടെ ഇരിക്കാൻ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്താൽ എക്സാമ്പിളിലോട്ട് മൂവ് ചെയ്യാം. അതായത് കുറച്ചുകൂടി പെട്ടെന്ന് ഐഡിയ കിട്ടുന്നുണ്ടാവുക. അതിന് വേണ്ടിയിട്ട് VS കോഡ് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. VS കോഡ് ഓപ്പൺ ചെയ്യാനൊക്കെ അറിയാലോ. നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസിലോട്ട് പോകാൻ VS കോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾ ഈ അഡ്വാൻസ്ഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അധികം ഞാൻ പറഞ്ഞ പോലെ ഒരു
ടഫായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ഒരു സിൻടാക്സ് നമ്മൾ നോർമൽ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നിട്ട് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കാണിക്കുന്ന രീതിയാണ് കേട്ടോ. ഒരു ലിസ്റ്റ് ലൂപ്പ് ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയാണ്. അധികം കൺഫ്യൂഷൻ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് നോക്കിയാൽ മതി. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന ജസ്റ്റ് ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ലിസ്റ്റ് ഡോട്ട് പി വൈ എന്നിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ലിസ്റ്റ് ഡോട്ട് പി വൈ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, ഒരു നമ്പേഴ്സ് എന്നുള്ള നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്പേഴ്സ് എന്നുള്ള ഒരു ലിസ്റ്റ് നള്ളാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, നമ്പേഴ്സ് എന്നുള്ള ലിസ്റ്റ് നള്ളാക്കിയിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഒരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഫോർ ലൂപ്പ് പറയാലോ, ഫോർ ഐ ഇൻ റേഞ്ച്. നിങ്ങൾക്ക് ഈ ഫോർ ലൂപ്പ് അറിയാത്തവർ നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ നിന്ന് പോയിരുന്നത്, അതിൽ ഞാൻ ഫോർ ലൂപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ റേഞ്ച് 5 എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, റേഞ്ച് 5 എന്ന് പറഞ്ഞ് കൊടുത്തു. 2 ഡോട്ട് എൻ്റർ അടിച്ചു. ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലോട്ട് വന്നു. ഇവിടെ നമ്പേഴ്സ് ഡോട്ട് നമ്മളെ വേരിയബിളിനെ വിളിച്ചു. ഡോട്ട് അപ്പൻഡ് എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സ് എവിടെ നിന്നതാ, ഈ നമ്പറാ. ഇവിടെ ഞാനൊരു സ്റ്റോറേജ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ലിസ്റ്റിന് സ്റ്റോറേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സ്ക്വയർ ബ്രാക്കറ്റാണ്, ലിസ്റ്റാണ്. അപ്പം നമ്പേഴ്സ് ഡോട്ട് അപ്പൻഡ് എന്ന് പറഞ്ഞാൽ അതിലോട്ട് ഇട്ടു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആരെ നമുക്ക് ഇടണം, ഐനെ. അതിൽ ആരുണ്ട്, 5 എന്നുള്ള റേഞ്ച് നമ്പർ 5 കിടക്കുന്നുണ്ട്. ഓക്കെ, 1 2 3 4. അപ്പോൾ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യും. 0 1 2 3 4 അങ്ങനെയാണ് 5 കണക്കൂട്ടുന്നത്. അത് ഐയിലോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഐനെ ഞാൻ അപ്പൻഡ് ചെയ്തു. അപ്പൻഡ് എന്ന് പറഞ്ഞാൽ ഇടുക, ആഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അതിലോട്ട് ആ സ്റ്റോറിലോട്ട് ഇട്ടു. നമ്പർ എന്നുള്ള ഈ സ്റ്റോർ, ഈ സ്പേസിലോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, അതാണ് ഇവിടെ നമ്പേഴ്സ് ഡോട്ട് അപ്പൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനിനി എന്ത് ചെയ്യാണ്, പ്രിന്റ് ചെയ്യാണ്. ആരെ പ്രിന്റ് ചെയ്യണം, ഞാനിവിടെ നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്യും. പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ നമ്പേഴ്സിന് പ്രിന്റ് ചെയ്യും. എന്നിട്ട് ഞാനിതിനെ റൺ ചെയ്യാണ്. ഇവിടെ റൺ ചെയ്യുമ്പോൾ കണ്ടോ, 0 1 2 3 4 എന്നുണ്ടല്ലോ. 5 നമ്മൾ പറഞ്ഞു കൊടുത്തുള്ളൂ. 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 5 ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നമ്പേഴ്സിനുള്ള ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഞാനൊരു ഗ്രൂപ്പാണ്, നമ്പേഴ്സിനുള്ള ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഫോർ ലൂപ്പ് വെച്ചുകൊണ്ട് ഞാൻ ഐയിലോട്ട് വാല്യൂവിനെ ഇട്ടു. എന്നിട്ട് നമ്പേഴ്സിനുള്ളിലോട്ട് ഞാൻ വാല്യൂവിനെ അപ്പൻഡ് ചെയ്തു. അപ്പൻഡ് മീൻസ് ഇടുക. അപ്പൻഡ് എന്നുള്ള മെത്തേഡ് ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത് അതിലോട്ട് ആഡ് ചെയ്തു എന്നാണ്. സ്റ്റോറേജിലോട്ട് ആഡ് ചെയ്തു, ഐനെ ആഡ് ചെയ്തു. ഐയിൽ 5 ഉണ്ടായിരുന്നു, അതിനെ ആഡ് ചെയ്തു. പ്രിന്റിന് നമ്പേഴ്സ് വെച്ച് പ്രിന്റ് ചെയ്തു. ഓക്കെ, അതൊക്കെ സിമ്പിളാണ്. അധികം ഡീപ്പായിട്ട് പോകാത്ത. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഞാനിവിടെ ഇത് നോർമൽ മെത്തേഡാണ്. ഇത് നോർമൽ മെത്തേഡാണ്, നമ്മുടെ ലിസ്റ്റിൻ്റെ നോർമൽ മെത്തേഡാണ്. അതിന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലിസ്റ്റ് കമ്പാരിഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാം. ലിസ്റ്റ് കമ്പാരിഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ്. ഈ മെത്തേഡ്, ഇത് നോർമൽ മെത്തേഡ്. ഇവിടെ ഞാൻ ലിസ്റ്റ് കമ്പാരിഷൻ മെത്തേഡ് യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്പേഴ്സ് എന്നുള്ളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. നമ്പേഴ്സ് മതി. ഓക്കെ, നമ്പേഴ്സ് എന്നുള്ളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് 2 സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, I in range. ഞാൻ മറ്റേ നമ്മൾ ചെയ്തല്ലോ അതുപോലെ ഇവിടെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഒരു 5ന് അല്ലെങ്കിൽ 7 6 പറഞ്ഞോളാം. ഇവിടെ നമ്മൾ ഈ ഷോർട്ടാക്കി വലുതാക്കി എഴുതിയതിന് നമ്മൾ ഒറ്റ ഷോർട്ടാക്കി. ഇവിടെയാണ് നമ്മൾ കമ്പർഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലിസ്റ്റ് കമ്പർഷൻ മെത്തേഡ് നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ. എന്നിട്ട് ഞാനിവിടെ എൻ്റർ ചെയ്തു. പ്രിന്റിൽ നമ്പറിനെ വിളിക്കുകയാണ്. നമ്പേഴ്സിനെ വിളിച്ചു. ഞാനിതിനെ റൺ ചെയ്യാണ്. 0 1 2 3 4 5 എന്നല്ല. മറ്റേ നോക്കേണ്ടത് റൺ ചെയ്യില്ല. അത് ഞാൻ ഓൾറെഡി കമൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കമൻറ്റ് കഴിഞ്ഞിട്ടില്ല അറിയാലോ. ഞാൻ എല്ലാതും സെലക്ട് ചെയ്യുക, Ctrl/. അപ്പോൾ കമൻറ്റ് പോവും. ഒന്നുകൂടി Ctrl/. കമൻറ്റ് ആവും. ഓക്കെ, അതറിയാലോ. ഓക്കെ, ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇത് നോർമൽ ലിസ്റ്റാണ്, നോർമൽ മെത്തേഡ്. ആ നോർമൽ മെത്തേഡ് നമ്മൾ കമ്പാരിഷൻ മെത്തേഡ് യൂസ് ചെയ്തു. ഇതാണ് അഡ്വാൻസ്ഡ് ഞാൻ പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മളെ ലൂപ്പ് മോഡൽ നമ്മളെ രീതിയിൽ ചെയ്യുന്ന സിൻടാക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ മെത്തേഡിൽ ചെയ്യുന്നതാണ്. ഇതിൻ്റെ സ്ട്രക്ചറാണ് എക്സ്പ്രഷൻ ഫോർ ഐറ്റം ഇൻ ഐട്രബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് സ്ക്വയർ നമ്പർ അറിയാമോ? സ്ക്വയർ നമ്പർ, അതായത് ഇപ്പം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. സ്ക്വയർ നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇതിനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്.
ഇതിനെ കമൻറ്റ് ചെയ്തിട്ട് ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ. ഒരു സ്ക്വയർ എന്നുള്ളൊരു വേരിയബിളിൽ ഞാൻ എക്സ് സ്റ്റാർ എക്സ് 4x ഇൻ റേഞ്ച് 1,6 എന്നിട്ട് സ്ക്വയറിനാണ്. എക്സ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എക്സ് എന്താ, ഇൻറ്റു ചെയ്യുക, എക്സ് ഇൻറ്റു എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ ഇതിനെ റൺ ചെയ്യുമ്പോൾ കണ്ടോ 149 എന്നുണ്ടല്ലോ, 25 വരെ വന്നിട്ടുണ്ട്. അതെങ്ങനെ വർക്കിംഗ് അറിയാലോ. എക്സിൽ ഏത് റേഞ്ച് ഉണ്ട്, 1,6 എന്നുള്ള റേഞ്ച് ഉണ്ട്. അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്പിൾ ചെയ്യുന്നുണ്ട്, ഇൻറ്റു ചെയ്യുന്നുണ്ട്. എക്സ് ഇൻറ്റു എക്സ്, എക്സ് വാല്യൂ തന്നെ തമ്മിൽ ഇൻറ്റു ചെയ്യിപ്പിക്കുന്നുണ്ട്. അതാണ് ഇവിടെ നടക്കുന്നത്. മനസ്സിലായാലും ഇവിടെ 6 വരെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 5 വരും. അപ്പോൾ 0 1 2 2ൻ്റെ 2 4 3 3 9 അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്നതാണ് സ്ക്വയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്ക്വയർ നമ്പേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈവൻ നമ്പർ എങ്ങനെ ചെയ്യാം, ഈവൻ നമ്പർ കൂടി ഞാൻ ജസ്റ്റ് ഇത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് എഴുതണം കേട്ടോ. ഇനി ഈവൻ നമ്പർ കൂടി കാണിച്ചു തരാം. ഇതാണ് ഈവൻ നമ്പർ. ഈവൻ എന്നുള്ളൊരു വേരിയബിൾ ഞാൻ x4x ഇൻ റേഞ്ച് 10 ഇഫ് x പെർസെൻറ്റേജ് ടു ഈക്വൽ ടു 0. ഈക്വൽ ടുവിൻ്റെ മീനിങ് എന്താ, ഈക്വൽ ടു ചെക്ക് ചെയ്യാണ്. ഇവിടുത്തതും 0 ആവാൻ പാടില്ല എന്ന് ചെക്ക് ചെയ്യാണ്. 0 ആണെന്നുണ്ടെങ്കിൽ തെറ്റുകൾ കാണിക്കണം വേണ്ടിയിട്ട് ഈക്വൽ ടു എന്ന് പറയുന്നത്. ഈക്വൽ ടുവിന് മുൻപുള്ളതും ഈക്വൽ ടു കഴിഞ്ഞിട്ടുള്ളതും ചെക്ക് ചെയ്യണം, അതൊക്കെ ഈക്വൽ ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ എക്സിൽ 10 പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പെർസെൻറ്റേജ് 2. അപ്പോൾ നമുക്ക് ഈവൻ നമ്പർ മാത്രമേ കിട്ടത്തുള്ളൂ. റൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ 2 0 2 4 6 8 വന്നു. മനസ്സിലായല്ലോ. അങ്ങനെയാണ് ഈവൻ നമ്പർ എടുക്കുന്നത്. ഇപ്പം ഞാൻ 0ന് പെർസെൻറ്റേജ് 2 വെച്ച് നമുക്ക് 0, പിന്നെ 2ന് പെർസെൻറ്റേജ് 2, 4% 2 അങ്ങനെയാണ് കാണുന്നത്. ഇതറിയാലോ. ഇനി നമ്മളുടെ ഇഫ് മെത്തേഡ്, ഇതാണ് നമ്മൾ ഷോർട്ട് മെത്തേഡ്. അതിന് നമുക്ക് മറ്റേ നമ്മൾ നോർമൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാവേ. നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ഈ ഷോർട്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നതൊക്കെ നോർമൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കട്ടെ. ഫസ്റ്റത്തെ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാവേ. സിമ്പിളാണ്, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇതാണ് ഈവൻ നമ്പർ. ഇതുപോലെ നിങ്ങൾ ഓഡ് നമ്പറൊക്കെ ചെയ്ത് നോക്കട്ടെ. ഓഡ് നമ്പർ അങ്ങനെ ചെയ്യലെന്ന് അറിയില്ല, നോട്ട് ഈക്വൽ ടു കൊടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും, നോട്ട് ഈക്വൽ ടു കൊടുത്ത് ചെയ്താൽ ഓഡ് നമ്പറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കുന്ന കാര്യങ്ങൾ അതിൽ ഞാൻ പറഞ്ഞ ആവശ്യമില്ല. കണ്ടോ 1 3 5 7 9. മനസ്സിലായല്ലോ. നോട്ട് ഈക്വൽ ടു കൊടുത്താൽ അത് ഓഡ് നമ്പറായി, ഈക്വൽ ടു എന്ന് കൊടുത്താൽ അത് ഈവൻ നമ്പറായി കേട്ടോ. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കുക. അത് നോർമൽ മെത്തേഡും ചെയ്ത് നോക്കട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ഡിക്ഷണറി കൺവേർഷൻ നോക്കാം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ ഫയൽ ഉണ്ടാക്കുകയാണ്. ds1.py എന്നൊരു ഫയൽ ഉണ്ടാക്കുക. ds ഓൾറെഡി ഒന്നുണ്ടല്ലോ, ds1.py എന്നൊരു ഫയൽ ഉണ്ടാക്കുകയാണ്. ഇവിടെ ഞാൻ ഫസ്റ്റ് നോക്കുന്നത് നമ്പർ ആൻഡ് സ്ക്വയർ, നമ്മൾ മറ്റേത് ചെയ്ത പോലെ തന്നെ ഡിക്ഷണറി. ഇവിടെ നമ്മളെ ലിസ്റ്റിൻ്റെ ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ആയിരുന്നു, അറിയാലോ. ലിസ്റ്റിൻ്റെ ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ആയിരുന്നു, ഈ ബ്രാക്കറ്റ് ആയിരുന്നു. അതിന് നമ്മൾ മാറ്റിയിട്ട് ഇവിടെ ഡിക്ഷണറിയിൽ വരുമ്പോൾ കേളി ബ്രാക്കറ്റ് ആവും. അത് ഏത് ബ്രാക്കറ്റാണ് കേളി ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റാണ് കേട്ടോ. ഈ ബ്രാക്കറ്റാണ് കേളി ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മൾ ഇനി ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന എക്സാമ്പിളാണ്. ഫസ്റ്റ് ചെയ്യുന്ന നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഏത് എക്സാമ്പിൾ ചെയ്താൽ ഡിക്ഷണറി എന്താണെന്ന് അറിയാലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ നമ്പർ ആൻഡ് സ്ക്വയർ. നമ്മൾ നമ്പേഴ്സ് വെച്ച് റേഞ്ച് കാണും, അതിൻ്റെ സ്ക്വയർ കാണും, എന്നിട്ട് അതിൻ്റെ ഡിക്ഷണറിയിൽ സ്റ്റോർ ചെയ്യുന്ന രീതി. ഇതാണ് കോഡ് വരുന്നത്. എക്സ് ഒരു ഫംഗ്ഷനായിട്ട്, എന്നിട്ട് എക്സ് ഇൻറ്റു എക്സ് 4x ഇൻ റേഞ്ച് 1,6. ഇതിലോട്ട് നമ്മൾ ഫംഗ്ഷനുകൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഡീപ്പായിട്ട് വരുന്നുണ്ട്. ഫംഗ്ഷൻ ഓൾറെഡി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അല്ലേ, ഫംഗ്ഷൻ ഓൾറെഡി നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഷോർട്ട് ഫംഗ്ഷനാണ്. ഇവിടെ എക്സ് എന്നുള്ളൊരു വാല്യൂ ഒരു ഫംഗ്ഷനായിട്ട് എടുക്കുക, എന്നിട്ട് 2 ഡോട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എക്സ് ഇൻറ്റു എക്സ് 4x ഇൻ റേഞ്ച്. ഈ 4x ഒക്കെ അറിയാലോ. ഫോർ ലൂപ്പ് നമ്മൾ സെയിം മെത്തേഡിന് അധികം കൺഫ്യൂഷൻ ഒന്നുമില്ല, ബ്രാക്കറ്റ് ഒന്ന് മാറിയെന്നുള്ളൂ. റൺ ചെയ്യുമ്പോൾ കണ്ടോ 1.1 2.4 3. ഇതെങ്ങനെ മനസ്സിലായോ. ഇവിടെ ഈ എക്സിൽ ആരുണ്ട്, നോർമൽ ഫസ്റ്റത്തെ എക്സ് കണ്ടോ, അതിൽ നമ്മളെ നോർമൽ വാല്യൂ, അതായത് 1 മുതൽ 5 വരെ, അതായത് 1 6 ആണ് നമ്മളെ റേഞ്ച് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 മുതൽ 5 വരെ ഇവിടെ എക്സിലുണ്ടാവും. അതിന് മൾട്ടിപ്പിൾ ചെയ്തിട്ടുള്ളതാണ് എക്സ് കഴിഞ്ഞിട്ട് 2 ഇൻറ്റു എക്സ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ 1 2.1 2 4 3 9 4 16 5 25 അങ്ങനെ കാണിക്കൂട്ടോ. അതാണ് ഈ സെയിം വർക്കിംഗ് ആണ് നമുക്ക് ഔട്ട്പുട്ടിലും കിട്ടുന്നത്. ഓക്കെ, ഡിക്ഷണറി രൂപത്തിലാണ്. മനസ്സിലായല്ലോ. ഓക്കെ,
ഇതാണ് നമ്പർ ആൻഡ് സ്ക്വയർ ഉദ്ദേശിക്കുന്നത്. ഈവൻ നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഈവൻ ഡിവൈഡ് ബൈ ഓഡ് ഡയറക്ടറി, ഓഡ് ഡിക്ഷണറി. ഈവൻ ആൻഡ് ഓഡ് ഡിക്ഷണറി ആണ് ചെയ്യുന്നത്. ഈവൻ ആൻഡ് ഓഡ് ഡിക്ഷണറി സെയിം മോഡൽ തന്നെ ഇവിടെ ഇതിനൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ ആൻഡ് ഓഡ്. ഓക്കെ, ഇതൊക്കെ ഞാൻ ഷോർട്ട് മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇന്നത്തെ അഡ്വാൻസ്ഡ് മെത്തേഡാണ്. അപ്പോൾ അഡ്വാൻസ്ഡ് മെത്തേഡിൽ പറയുന്നത് കമ്പാരിഷൻ എന്നാണ്. അപ്പോൾ ഞാൻ അധികം ഷോർട്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നുള്ളൂ. കമ്പാരിഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത് നോർമൽ മെത്തേഡിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ. ഇവിടെ കണ്ടല്ലോ 0 ഈവന്, 1 ഓഡ്, 2 ഈവന്, 3 ഓഡ്, 4 ഈവൻ. ഇതെങ്ങനെ വരുന്നതെന്ന് അറിയാമോ? ഇവിടെ ഈ എക്സിൽ നമ്മൾ നോർമൽ വാല്യൂ ഉണ്ട്, അതിന് ഈവൻ വെച്ചിട്ട് ഫസ്റ്റത്തെ കണ്ടീഷനും കൊടുത്തു. പിന്നെ എൽസിൽ ഓഡ് ആണെന്നുണ്ടെങ്കിൽ റേഞ്ച്, അതായത് ഞാൻ പറഞ്ഞുതരാം. എൽസ് എന്താ? ഇഫ് വർക്ക് ചെയ്തില്ലെങ്കിൽ ഇഫിൻ്റെ ഓപ്പോസിറ്റ് വർക്ക് ചെയ്യുന്നതാണ് എൽസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ സിമ്പിൾ അല്ലേ? ഇവിടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞൂടെ? അതായത് ഈവൻ നമ്പർ അല്ലാത്ത എൽസ്, ഇഫിൽ ഈവൻ നമ്പർ ഇല്ലാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അത് നേരെ എൽസ് വർക്ക് ചെയ്യും, ഓഡ് നമ്പർ വർക്ക് ചെയ്യും. ഇത്രയേ ഉള്ളൂ ഇവിടെ. നമ്മൾ ഇഫ് എൽസ് ഒക്കെ പറഞ്ഞല്ലോ, ഇഫ് കണ്ടീഷൻ വർക്ക് ചെയ്തില്ലെങ്കിൽ നേരെ അത് എൽസ് വർക്ക് ചെയ്യും. ഓക്കെ, ഇവിടെ ഇഫിൽ ഈവൻ നമ്പർ അല്ലാത്തതുണ്ടെങ്കിൽ അത് ഓഡ് നമ്പറായിട്ട് വർക്ക് ചെയ്യും. അതാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ 5 വരെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഓഡ് നമ്പർ ഉള്ളത് ഓഡ് നമ്പർ കാണിക്കും, ഓഡ് നമ്പർ ഈവൻ നമ്പർ ഉള്ളത് ഈവൻ നമ്പർ കാണിക്കും, ഈവൻ നമ്പർ അല്ലാത്തതെന്നുണ്ടെങ്കിൽ അത് ഓഡിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഓടും കാണിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അത് ഇഫ് എൽസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ നോക്കിയവർക്ക് അറിയാൻ പറ്റും. നമ്മളിതിന് ഒന്നുകൂടി ഡീപ്പായിട്ട് വരുന്നതാണ്, കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. നമ്മളൊരു വെബ്സൈറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്. അത് ഞാൻ ഇനി വരുന്ന എല്ലാ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയിട്ട് അതിൽ മീറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. വെബ്സൈറ്റ് നിലവിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടി ആളുകൾ അതിൽ കയറിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. അതിലിപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കുക. നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലോട്ടൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ നല്ല ഡീപ്പായിട്ട് പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നല്ല വ്യക്തതയോടുകൂടി പറയുന്നുണ്ട്. അതിൽ നമ്മളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, ഡാറ്റ സയൻസ് പറയുന്നുണ്ട്, മേൺസ്റ്റാക്ക് ഒക്കെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഡാറ്റ സയൻസിൻ്റെ പുതിയ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് കുറേ ചെറിയ പേയ്മെൻറ്റിലാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് അതിലുണ്ട്. എപ്പോഴും 24 hour മീറ്റ് ഉണ്ട്. നിങ്ങൾക്ക് എപ്പോഴാണെന്നുണ്ടെങ്കിലും 24 hour ജസ്റ്റ് രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ വൈകുന്നേരം 6 മണി വരെ നമുക്ക് അതിൽ മീറ്റ് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണെന്നുണ്ടെങ്കിലും അതിൽ ഡൗട്ട് ക്ലിയറൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയ പേയ്മെൻറ്റിലാണ് നമ്മളത് കൊടുക്കുന്നതൊക്കെ ഫോർ ചെയ്തോ കേട്ടോ. ഓക്കെ, ഇതാണ് സംഭവം, മനസ്സിലായല്ലോ. ഫസ്റ്റ് എക്സിൽ വാല്യൂ ഉണ്ട്. എക്സിൽ വാല്യൂ ഇപ്പോൾ 1 ആണെന്നുണ്ടെങ്കിൽ അത് ഓഡ് നമ്പർ ആണ്. അപ്പോൾ ഈവന് വർക്ക് ചെയ്യത്തില്ല, നേരെ എൽസ വർക്ക് ചെയ്യും, ഓഡ് നമ്പറോട്ട് വർക്ക് ചെയ്യും. എക്സിൽ പിന്നെ 2 ആണെന്നുണ്ടെങ്കിൽ അത് ഈവൻ നമ്പർ വർക്ക് ചെയ്യും. 3 ആണെന്നുണ്ടെങ്കിൽ നേരെ ഓഡ് നമ്പർ വർക്ക് ചെയ്യും. മനസ്സിലായല്ലോ അങ്ങനെയായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇഫ് എൽസും മനസ്സിലായവർക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടും. നമ്മൾ നോർമൽ മെത്തേഡിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് നമ്മളെ സെറ്റ് അറിയാലോ. സെറ്റിൻ്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫയൽ ഉണ്ടാക്കുകയാണ്. set.py എന്നൊരു ഫയൽ ഉണ്ടാക്കുകയാണ്. അതിൽ ഞാൻ ഫസ്റ്റ് എനിക്ക് എക്സാമ്പിൾ ഞാൻ പറയുന്നത് നോർമൽ സെറ്റ് അറിയാലോ. നമ്മൾ ഒരു യൂണീക്ക് ക്യാരക്ടർ, നമ്മുടെ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഫുൾ നമ്മൾ കമ്പാരിസൺ മെത്തേഡ് യൂസ് ചെയ്യുന്ന ഒരു യൂണീക്ക് ക്യാരക്ടറിനെ ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കോഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നെയിം എന്നുള്ള വേരിയബിളിൽ ഞാൻ മലയാളം എന്നുള്ളൊരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ക്യാരക്ടർ എന്നുള്ളൊരു വേരിയബിളിൽ ഞാൻ അതിനെ യൂണീക്ക് ആക്കാൻ വേണ്ടി കുറച്ച് മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ch in നെയിം. ഇനി ഔട്ട്പുട്ട് എന്ത് വരും? ഔട്ട്പുട്ട് എന്ത് വരിക? MALY. ഇതിനൊക്കെ സെപ്പറേറ്റ് കാണിക്കും. എന്താ മനസ്സിലായോ? പ്രിന്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത് മനസ്സിലായി നിങ്ങൾക്ക്? ഔട്ട്പുട്ട് ഇതാ വരുന്നത്. ഇതാണ് ലാസ്റ്റ് കണ്ടോ, AILM എന്ന് കാണിക്കുന്നത്. കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ മനസ്സിലായോ? ALYM. നമുക്ക് ഇങ്ങനെയാണ് ഔട്ട്പുട്ട് എന്നുള്ളത്. എന്താ നമ്മൾ സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ? ഡ്യൂപ്ലിക്കേറ്റിനെ റിമൂവ് ചെയ്യുക എന്നാണ് നമ്മൾ ഈ സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു CH നോക്കണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ C മാത്രം കൊടുത്തു. CH കൊണ്ട് CH എന്നുള്ളൊരു മെത്തേഡ് ഒരു ഫംഗ്ഷനും അല്ല. അത് ഞാൻ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഐന് പകരം CH കൊടുത്തു എന്നുള്ളൂ. അതിന് വലിയ കൺഫ്യൂഷൻ അടിച്ച് നോക്കിയിരിക്കൊന്നും വേണ്ട.
മനസ്സിലായോ? റൺ ചെയ്യുമ്പോൾ പല ക്യാരക്ടറിൽ വരും, നിങ്ങൾ നോക്കണ്ട. ഇനിയിപ്പോൾ വൈ എന്താ ആദ്യം വന്നൊന്നും കൺഫ്യൂഷൻ അടിക്കണ്ട. സംഭവം മനസ്സിലായില്ല? ഡ്യൂപ്ലിക്കേറ്റ് റിമൂവ് ചെയ്തു, M1 വന്നു, L1 വന്നു, A1 വന്നു, Y1 വന്നു. ഡ്യൂപ്ലിക്കേറ്റ് A 3 വരുന്നുണ്ട്, അതിന് 4 വരുന്നത്, അത് റിമൂവ് അടിച്ചു. M എത്ര വരുന്നുണ്ട്? 2 വരുന്നുണ്ട്. L എത്ര വരുന്നുണ്ട്? 2 വരുന്നുണ്ട്. അതിനൊക്കെ റിമൂവ് അടിച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റിനെ റിമൂവ് അടിച്ചെന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് മാറ്റിയെന്നുള്ളൂ. സെറ്റിലോട്ട് അതിൻ്റെ ബ്രാക്കറ്റ് കണ്ടല്ലോ, സെറ്റിലോട്ട്. അതിനാണ് ഈ സെറ്റിൻ്റെ ബ്രാക്കറ്റ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അത്ര സിമ്പിളാണ്. ഇങ്ങനെ കൺഫ്യൂഷൻ അടിക്കണം. സെറ്റിൻ്റെ ബ്രാക്കറ്റും കേളി ബ്രാക്കറ്റാണ് യൂസ് ചെയ്യുന്നത്, സെറ്റിൻ്റെ ബ്രാക്കറ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ കറണ്ട് ബ്രാക്കറ്റോ നോർമൽ ബ്രാക്കറ്റ് യൂസ് ചെയ്താൽ വർക്ക് ആവത്തില്ല. ഇനി നമ്പറിനാണെന്നുണ്ടെങ്കിൽ നോർമൽ ബ്രാക്കറ്റൊക്കെ യൂസ് ചെയ്യുക, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് അതിലോട്ട് ഇനി കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് കവർ ചെയ്യാനുള്ളത് ജനറേറ്റർ എന്നുള്ളൊരു മെത്തേഡാണ്. നമ്മളെ ലിസ്റ്റും ജനറേറ്ററും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോർമൽ ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റ്, ഫുൾ മെമ്മറി യൂസ് ആണ്, ലെസ് മെമ്മറി യൂസ് ആണ്, ഫാസ്റ്റർ ആക്സസ് ആണ്, ലേസി ഇവാലുവേഷൻ ആണ്. അതൊക്കെയാണ് നമ്മൾ തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഞാൻ എന്ത് ചെയ്തുതരാം, ജനറേറ്ററിൻ്റെ ഒരു ഷോർട്ട് എക്സാമ്പിൾ ആദ്യം കാണിച്ചു തരാം, എന്നിട്ട് എല്ലാതും കൂടി ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ജനറേറ്റർ എന്നുള്ളൊരു പേരിൽ നമുക്ക് ഒരു ഫയൽ സ്റ്റാർട്ട് ചെയ്യാം. .py. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, ചെറിയൊരു കോഡ് കൊടുത്തിട്ട് തരാം. കോഡിൽ എന്തുണ്ടാവും, ഇതാണ് കോഡ്. ഇതിനൊന്ന് റൺ ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം ആദ്യം. ഇവിടെ കണ്ടോ, ജനറേറ്റർ ഒബ്ജക്റ്റ് പറഞ്ഞിട്ട് വാല്യൂ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്നുമില്ല, x റേഞ്ചിൽ 5 പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ജെന്നെ പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ടേ ഉള്ളൂ. ആദ്യം കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ജനറേറ്റർ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഈ വാല്യൂവിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇപ്പോൾ ഇത് പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൽ നോർമലി നമ്മൾ ജനറേറ്റർ അല്ലാതെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ നോർമൽ ബ്രാക്കറ്റ് യൂസ് ചെയ്ത്, ഞാൻ ഇതിൻ്റെ പകരം സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്താൽ, അതായത് ലിസ്റ്റിൻ്റെ ബ്രാക്കറ്റ് യൂസ് ചെയ്താൽ ഇതിന് ഔട്ട്പുട്ട് കിട്ടും. കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ നോർമൽ ബ്രാക്കറ്റ് യൂസ് ചെയ്താൽ അതൊരു ജനറേറ്റർ മെത്തേഡാണ്, ലിസ്റ്റ് അല്ല, ജനറേറ്റർ എന്നുള്ള മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമോ? ഇല്ല. അപ്പോൾ ഇതിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതാണ് പറഞ്ഞത്, നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇതിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു മെത്തേഡ് കൊടുക്കണം, ഒരു ഫോർ ലൂപ്പ് കൊടുക്കണം. ഒരു ഫോർ ലൂപ്പ് എഴുതണം. ഫോർ ലൂപ്പ് ചെയ്താലേ എനിക്കതിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി റൺ ചെയ്താൽ ഞാൻ പ്രിന്റിന് ഒഴിവാക്കുന്നുണ്ട്. ഇനി റൺ ചെയ്താൽ എനിക്ക് ഔട്ട്പുട്ട് കിട്ടും. 0 1 4 9 16 എന്ന് പറഞ്ഞുണ്ടല്ലോ, അതാണ്. ഇതിനെ ജനറേറ്ററിന് ആക്സസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യണം. അല്ലാതെ നോർമലി നമുക്ക് പ്രിന്റിൻ്റെ ഉള്ളിൽ ഈ വേരിയബിളിനെ വിളിച്ചാൽ കിട്ടത്തില്ല. അതാണ് ജനറേറ്റർ ലിസ്റ്റ് തമ്മിൽ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഞാൻ ഇത് എന്ത് ചെയ്തരാം, അല്ലാതും കൂടിയുള്ള ഒരു കോഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതിനുവേണ്ടി ഞാനൊരു ഫയൽ ഉണ്ടാക്കുന്നുണ്ട്, all.py എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഉണ്ടാക്കുന്നുണ്ട്. ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് തരാം. ഇവിടെ നോക്കിക്കോളൂ, ലിസ്റ്റ്, ഡിക്ഷണറി, സെറ്റ്, പിന്നെ ജനറേറ്റർ എല്ലാതും കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. കാണുന്നുണ്ടല്ലോ. അടുത്ത ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇവിടെ അഡ്വാൻസിൽ പറയാനുള്ളൂ. ഇനി നമ്മൾ വരുമ്പോൾ ഓരോ പ്രോബ്ലം വരുമ്പോൾ സോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞു തരാമെന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡൗട്ട് ചോദിക്കുക, കമൻറ്റിൽ അറിയിക്കുക. നമ്മളെ കോൺടാക്ട് നമ്പർ, വാട്സപ്പ് നമ്പർ ഉണ്ടാവും. നമ്മൾ ഇൻസ്റ്റയിൽ തന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. എന്നൊരു സെക്ഷൻ ഇത്രയേ ഉള്ളൂ. അധികം ലെങ്ത്ത് കൂടിയും തോന്നല്ലേ. അധികം ലെങ്ത്ത് ഇല്ലാത്ത ക്ലാസ്സാണ് ഞാൻ ഉദ്ദേശിക്കാറ്. പക്ഷെ നമുക്കിതിൽ ലെങ്ത്ത് ഇല്ലാതെ പറ്റുന്നില്ല, നമ്മൾ ഇത്രയും പറയുന്നല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അത് നോട്ട് ചെയ്യുക. അതിൻ്റെ വേറെ നോർമൽ ഇതൊക്കെ ഞാൻ അഡ്വാൻസ് മെത്തേഡിൽ ചെയ്യുന്നത്, നോർമൽ മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അഡ്വാൻസിൽ പറഞ്ഞാൽ നമ്മൾ പരമാവധി കോഡിനെ ഷോർട്ട് ആക്കാൻ ഉദ്ദേശിക്കുന്നത്. നോർമൽ മെത്തേഡ് യൂസ് ചെയ്താൽ നമുക്ക് കോഡ് കൊണ്ട് പ്രോബ്ലംസ് ഒന്നും വരില്ല കേട്ടോ. അഡ്വാൻസിൽ പറഞ്ഞാൽ അധികം ഷോർട്ട് ഇങ്ങനെ എഴുതാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതും നോർമൽ മെത്തേഡ് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നോർമൽ കുറച്ച് ലെങ്ത്ത് കൂടുന്നുള്ള കോഡിന്, ഇതിനെ കുറച്ച് ഷോർട്ടാക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റുമെന്ന് ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ ഡിഫറൻസ് കേട്ടോ. ഓക്കെ, പുതിയൊരു ടോപ്പിക് നമ്മൾ ഇന്ന് കവർ ചെയ്തു, അതാണ് ഈ ജനറേറ്റർ എന്നുള്ള
ടോപ്പിക്. ഓക്കെ, അപ്പം ഇന്നത്തെ സെക്ഷൻ ഇത്രയുള്ളൂ. എല്ലാവർക്കും താങ്ക് യു.